മറ്റൊരു വാർത്ത നോക്കാം. ബി.ജെ.പി. തമിഴ്നാട് അധ്യക്ഷനെ നിശ്ചയിക്കാൻ തെരഞ്ഞെടുപ്പ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇന്ന് വൈകിട്ട് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സ്ഥാനാർത്ഥി കുറഞ്ഞത് 10 വർഷമെങ്കിലും പാർട്ടി അംഗമായിരിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതേസമയം തമിഴ്നാട് സന്ദർശനം തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ADMK നേതാക്കളുമായി സഖ്യ ചർച്ച നടത്തും. ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, അണ്ണാമലയ്ക്ക് പകരം പുതിയൊരു മുഖം വരുമ്പോൾ അത് ADMK സഖ്യവുമായി ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരാളാകണമെന്നുള്ള ആദ്യ പരിഗണന തന്നെ അവിടെ നിൽക്കുന്നു. കൂടുതൽ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ആരാകും എന്നുള്ള സാധ്യത ലിസ്റ്റിൽ? അപർണ, അമിത്ഷാ ഇപ്പോൾ തമിഴ്നാട് സന്ദർശനം തുടരുകയാണ്. ഇതിനിടയിലാണ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്രിക നൽകാം എന്നാണ് BJP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു നിബന്ധന കൂടി വെച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 10 വർഷമെങ്കിലും പാർട്ടി മെമ്പർഷിപ്പിലുള്ളവർക്ക് മാത്രമേ അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്രിക നൽകാൻ കഴിയൂ എന്ന വ്യവസ്ഥ കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അണ്ണാമലൈ 2020 മാത്രം പാർട്ടിയിലേക്ക് വന്നതാണ്. തൊട്ടടുത്ത വർഷം തന്നെ സംസ്ഥാന അധ്യക്ഷനാക്കി. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കുമ്മനം രാജശേഖരൻ BJP-യിൽ നിന്നല്ല കുമ്മനം രാജശേഖരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഏതായാലും തമിഴ്നാട്ടിൽ അത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് RSSന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ്, പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ എന്നതുകൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നതെന്നാണ് സൂചന. ഏതായാലും അണ്ണാമലൈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന്, വീണ്ടും മത്സരിക്കാനില്ല, അധ്യക്ഷ സ്ഥാനത്തേക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. പകരം തിരുനെൽവേലിയിൽ നിന്നുള്ള മുൻ ADMK നേതാവായ നായനാർ നാഗേന്ദ്രന്റെ പേരാണ് ചർച്ചകൾ ഉണ്ടായിരുന്നത്. ഡൽഹിയിലെത്തിയ അമിത്ഷായെ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നായനാർ നാഗേന്ദ്രൻ. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്നത് 2017 മാത്രമാണ് പാർട്ടിയിലേക്ക് വന്നത് എന്നാണ്. അതായത് ഈ പുതിയ വ്യവസ്ഥ പ്രകാരം 10 വർഷം എന്നൊരു ടേം വെക്കുമ്പോൾ അദ്ദേഹത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ വനതി ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പേരുകൾ ഇപ്പോൾ ചർച്ചയിലുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച ശേഷമായിരിക്കും അത്തരം പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. അതായത് ADMK-യുമായുള്ള സഖ്യം വരാൻ പോകുന്നു. ആ സഖ്യ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കും കൂടി താല്പര്യമുള്ള, അവരുമായി ഒത്തുപോകുന്ന ഒരു നേതാവിനെ പരിഗണിക്കാൻ തന്നെയാണ് BJP-യുടെ തീരുമാനം. ഏതായാലും ഇന്ന് സംസ്ഥാന നേതാക്കളുമായി അമിത്ഷാ ചർച്ച നടത്തുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നടന്ന ചർച്ചകളുടെ തുടർ ചർച്ചകൾ ADMK നേതാക്കളുമായി ഉണ്ടാകും. അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോകുക എന്ന ലക്ഷ്യം തന്നെയാണ് BJP-ക്കുള്ളത്. ഏതായാലും സഖ്യ പ്രഖ്യാപനം ഇന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം ആ ചർച്ച ഏതായാലും തുടരാൻ തന്നെയാണ് ഇപ്പോൾ BJP-യുടെ തീരുമാനം. അപർണ. ER രാഗേഷ് വിവരങ്ങൾ.